സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ചരിത്രപ്രസിദ്ധമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. 111ാം നേർച്ചയാണ് ഇക്കൊല്ലം ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ വിപുലമായ നടത്തിപ്പിന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. വി.കെ. ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് പട്ടാമ്പി മരുതൂരിലെ രാമഗിരി കോട്ടയിൽ അകപ്പെട്ട രോഗികളായ പടയാളികളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിലാണ് പട്ടാമ്പി നേർച്ച തുടങ്ങിയത്. ഫെബ്രുവരി 8, 9 തീയതികളിലായി നേർച്ച നടത്താൻ തീരുമാനമായി. ആഘോഷത്തിന്റെ വിപുലമായ നടത്തിപ്പിന് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നു മുതൽ ആ നേർച്ചയുടെ ഒരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷപൂർവ്വം നേർച്ച കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ, കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുതുവത്സരത്തിൽ പ്രത്യേകമായ ആശംസകൾ എൻ്റെ നേരുകയാണ്. ഇങ്ങനെയാണ് ഒരു അവസരം കിട്ടുക എല്ലാവരും കാണാൻ. എന്തായാലും ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന വലിയൊരു നാടിൻ്റെ ഉത്സവമാണ് പട്ടാമ്പി നേർച്ച. ഞാൻ നമ്മുടെ രവിമാഷോട് ചോദിക്കുകയാണ്. അദ്ദേഹം നമ്മളെക്കാളൊക്കെ വളരെ സീനിയറാണ്. പത്രപ്രവർത്തന രംഗത്ത് എത്ര വർഷമായി പട്ടാമ്പി നേർച്ച റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ചോദിച്ചു. പുള്ളി ഒന്നാലോചിച്ച് പറഞ്ഞു 25 വർഷമായി. അത് പോരാ, കാരണം അദ്ദേഹം വയസ്സ് കുറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു 25 എന്ന് പറഞ്ഞത്. ഞാൻ തന്നെ 30 വർഷം മുമ്പ് പട്ടാമ്പി നേർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വയസ്സെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ മലയാള മനോരമയുടെ പട്ടാമ്പി ബ്യൂറോ ചീഫായിട്ട് 1.5 കൊല്ലം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നേർച്ചയും മറ്റു ഉത്സവങ്ങളും എല്ലാം, തളി ക്ഷേത്രത്തിലെ ഉത്സവം ഉൾപ്പെടെ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഇപ്പോൾ റഷീദൊക്കെ എന്നെക്കാളൊക്കെ ജൂനിയറാണ്, ചിരിക്കൊന്നും വേണ്ട. അപ്പം അങ്ങനെ മാഷിൻ്റെ കുറച്ച് ശേഷമാണ് ഞാനൊക്കെ ഉള്ളത്. അപ്പം എന്നേക്കാൾ എത്ര വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനത് ചോദിക്കാൻ കാരണം അനവധി കലാപങ്ങളും സംഘർഷങ്ങളും പലതിൻ്റെയും പേര് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ പട്ടാമ്പി നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംഘടനയോ കലാപമോ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ എന്ന് ചോദിച്ചതാണ്. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയും 58ഓളം ഉപ ആഘോഷ കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന പട്ടാമ്പി നേർച്ചയെ ആസ്വദിക്കാൻ ഇതര ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. 60ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ഗജസംഗമവും നേർച്ചയുടെ ആകർഷണമാണ്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.